അടുത്തതായിട്ട് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള ഒരു ഗുലാബ് ജാമുനാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു 10 സ്ലൈസ് ബ്രെഡ്, നമ്മുടെ സാധാരണ ബ്രെഡ്, അത് ഇപ്പോൾ ഇത് ഞാനിപ്പോൾ എടുത്തേക്കുന്ന ചെറിയ സൈസാണേ. അപ്പം അതിൻ്റെ സൈഡ് ഭാഗമെല്ലാം കട്ട് ചെയ്തിട്ട് ഈ വൈറ്റ് പോർഷൻ മാത്രമാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടി ഇതിനെ ചെറുതായിട്ട് മുറിച്ച് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. നമ്മുടെ ബ്രെഡ് ഞാനിവിടെ കട്ടയൊന്നും ഇല്ലാതെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരല്പം പാലൊഴിച്ച് അതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ വീതേ പാലൊഴിക്കാവുള്ളൂ, അധികം പാലൊന്നും വേണ്ട. എനിക്കൊരു 2 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്, സാധാരണ പശുവിൻ പാൽ. നമ്മൾ പുട്ടിനൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് ഒഴിക്കരുത്, കുറേശ്ശെ വീതം എടുത്ത് നമുക്കിതിനെ കയ്യിൽ വെച്ച് ഒന്ന് ബോളാക്കാൻ പറ്റുന്ന അത്രയും മതി. ഒന്ന് കയ്യിലൊന്ന് പ്രസ് ചെയ്ത് നോക്കണം, ബോളാക്കാൻ പറ്റുമോ. ആ ഒരു ഇതിൽ മതി നമുക്ക് ബ്രെഡ് പാലൊഴിച്ച് കൊടുക്കാം. കൂടിപ്പോകണ്ട. ഇപ്പം നോക്കി, ഇപ്പം നമുക്കിത് ഇങ്ങനെ പിടിച്ചാൽ ഉരുട്ടിയെടുക്കാൻ പറ്റണം. ഇതുപോലെ ഈ പരുവത്തിൽ മതി. ഒക്കെ ഒരു ശകലം പാല് മതി. നമ്മൾ എടുക്കുന്ന ബ്രെഡിനനുസരിച്ചുള്ള, ഈ ബ്രെഡ് ഒന്ന് നനഞ്ഞ് വരാൻ മാത്രമുള്ള പാലൊഴിച്ചാൽ മതി. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ മിക്സിൽ നിന്നും ഒരല്പം ചെറിയ ഒരു ബോളാക്കാൻ പറ്റുന്ന അത്രയും മിക്സ് എടുത്തിട്ട് കൈ കൊണ്ടിങ്ങനെ നല്ലതുപോലെ പ്രസ് ചെയ്യണം. നമ്മൾ ഓയിലിനകത്തിട്ട് ഫ്രൈ ചെയ്യാനുള്ളതാണ്, അപ്പോൾ അത് പൊട്ടിപ്പോകരുത്. അപ്പോൾ ആ രീതിയിൽ നല്ലതുപോലെ ഒന്ന് നല്ല കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് ബോളാക്കി എടുക്കണം. ചെറിയ ചെറിയ ബോളാക്കി വിണ്ട് കീറുന്ന ഇത് വരരുത്. വിണ്ട് കീറാത്ത രീതിയിൽ എന്തായാലും ഇങ്ങനെ നടുക്ക് വരയൊന്നും വരില്ല. ബ്രെഡെല്ലാം നല്ല ബോളാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചെറിയ അളവിലാണ് ഉണ്ടാക്കുന്നത്, ഒരു 8-9 എണ്ണേ ഉള്ളൂ. ചെറിയ അളവിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി അത് നമുക്ക് നല്ല തിളച്ച എണ്ണയിലിട്ട് കരിഞ്ഞു പോകാതെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ആദ്യം നല്ലതുപോലെ എണ്ണ ചൂടായിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് നമ്മുടെ ബ്രെഡ് ബോൾസ് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡ് ബോൾസ് എല്ലാം നമ്മുടെ ഷുഗർ സിറപ്പിനകത്ത് നമുക്ക് മുക്കി കുറേ സമയം ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഇനി നമ്മുടെ ഗുലാബ് ജാമുനിലേക്ക് വേണ്ടിയുള്ള നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര, അതേ അളവിൽ തന്നെ 1/2 കപ്പ് വെള്ളം,
ഇതും കൂടെ ഒന്ന് ഒഴിച്ച് നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാം, ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. പഞ്ചസാര എല്ലാം നല്ല മെൽറ്റായിട്ട് മറ്റേ ഒരു നൂൽപ്പ് പരുവം അതൊന്നും വേണ്ട, ഒന്ന് കട്ടിയായി വന്നാൽ മതി. പഞ്ചസാര പാനി ഇവിടെ ഏകദേശം ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോ തുള്ളിയായിട്ട് വീഴുന്ന ആ പരുവം മതി. തുള്ളിയായിട്ട് ഇങ്ങനെ വീഴുമല്ലോ, ആ പരുവം മതിയേ. ഇനി ഇതിലേക്ക് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ ബ്രെഡ് ബോൾസിനെ എടുത്ത് ഈ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു അരമണിക്കൂറോളം ഇതുപോലെ ഈ ബ്രെഡ് ബോൾസ് ഈ സിറപ്പിനകത്ത് മുങ്ങിക്കിടക്കണം. അപ്പോൾ ഇതിങ്ങനെ വീർത്ത് വരും. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഗുലാബ് ജാമുൻ റെഡിയാകും. ഇനി ഒരു അരമണിക്കൂർ ഇതുപോലെ കിടക്കട്ടെ. നമ്മുടെ ബ്രെഡ് ഗുലാബ് ജാമുൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ തയ്യാറാക്കുന്നത് ഒരു കോക്കനട്ട് ബർഫിയാണ്. അതിനു വേണ്ടി ഞാൻ 2 കപ്പ് നമ്മുടെ തേങ്ങ, അതിൻ്റെ വൈറ്റ് പോർഷൻ മാത്രം ചിരകി എടുത്തിട്ട് അതൊന്നും മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഡെസിഗേറ്റഡ് കോക്കനട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും വാങ്ങിക്കും. ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കറുത്ത മറ്റേ തേങ്ങയുടെ ചിരട്ടയുടെ ആ ഭാഗത്തുള്ളതുണ്ടല്ലോ, അതൊന്നും എടുക്കാതെ വെള്ള അത് മാത്രമായിട്ട് എടുക്കുക. എന്നിട്ട് ഞാനിപ്പം 2 കപ്പാണ്. അപ്പം നിങ്ങൾക്ക് മധുരം ആവശ്യത്തിന് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇടാം. ഏകദേശം ഒരു 1.5 കപ്പ് ഇട്ടാൽ അത്യാവശ്യം മധുരം കാണും പഞ്ചസാര. അപ്പം ഞാനിപ്പം ചെയ്യുന്നത്, ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് പാനിയാക്കിയിട്ട് ഞാനിപ്പം മിൽക്ക് മെയ്ഡ് ഒഴിച്ചാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഒരു പാനിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്തു. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഇതിനെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. പഞ്ചസാരയൊന്ന് ഉരുകി പഞ്ചസാര പാനിയാകണം. ഒന്ന് മെൽറ്റാകട്ടെ. ഒന്ന് ശകലം ഒരു കട്ടിയായിട്ട് വരണം. ഇതിലേക്ക് ഒരു നുള്ളുപ്പ്, ഉപ്പ് കൂടരുത്, ഒരു ശകല ഉപ്പിടുക. ഇപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് ഏകദേശം ഒന്ന് കട്ടിയായി വരുന്നുണ്ട്. ഇനി ഞാൻ ചേർക്കുന്നത് നമ്മളെടുത്ത് വെച്ചേക്കുന്ന 2 തേങ്ങ. നമ്മുടെ ഷുഗർ സിറപ്പിനകത്ത് നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ സമയത്ത് ഫ്ലേവറിന് വേണ്ടി ഏലക്ക പൊടിച്ചത് ചേർക്കാം. പിന്നെ എന്താണ്, നട്ട്സൊക്കെ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് അത് ചേർക്കാം. ഞാനിപ്പോൾ ഇനി ഇതിനകത്തോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. അത് മധുരം നോക്കി കുറേശ്ശെ വീതം ഒഴിച്ച് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ സാധാരണ വൈറ്റ് കളറിലാണ് കൂടുതലും കോക്കനട്ട് ബർഫി കിട്ടുന്നത്. നമ്മൾ ചെയ്യുന്നതും വൈറ്റ് കളറിലായിരിക്കും. ഞാനിപ്പോൾ ഒരു ഏലക്കാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ഒരു കളർ ചേഞ്ചിന് വേണ്ടി ഞാനൊരു റോസ് മിൽക്കിൻ്റെ എസെൻസ് ഒരു 2 തുള്ളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളർ തന്നെയാണ് നല്ലത്. ഞാൻ ഒരു കളർ ചേഞ്ചിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ റെഡിയാക്കുന്നതിന് മുൻപ് തന്നെ ഒരു ട്രേയിൽ അല്പം ഓയിലോ നെയ്യോ എന്തെങ്കിലും തൂത്ത് റെഡിയാക്കി വെച്ചേക്കണം. നമുക്ക് നമ്മുടെ ബർഫി അതിനകത്ത് നിരത്തി വെച്ചിട്ട് വേണം അതിനെ സെറ്റാക്കി എടുക്കാൻ.
ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സായി വരണം. നമ്മുടെ ബർഫിയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റ് ബർഫിയുടെ മിക്സ് റെഡിയായി. ഇനി നമുക്ക് ഒരു ഓയിൽ തൂത്ത് ഒരു ട്രേയിലേക്ക് ഇതിനെ വെച്ച് നല്ല സെറ്റാക്കി കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കോക്കനട്ട് ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതിനടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.